ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മാനസിക അവസ്ഥ എന്താണ് ഈ ഒരു സമയത്ത്, നിങ്ങളെക്കുറിച്ച് അവർ ഈ ഒരു സമയത്ത് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു മാനസിക അവസ്ഥ ഇപ്പോൾ എന്താണ്, നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. What they are thinking about you and also the situation. അവരുടെ ഒരു മാനസിക അവസ്ഥ എന്താണ്, ഏത് സിറ്റുവേഷനിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മാനസികാവസ്ഥ എന്താണ് ഈ ഒരു സമയത്ത്. അവർ ഹാപ്പിയാണോ, അവര് അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ അവർക്കുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരെ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ അവരുടെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കിട്ടുന്നത് 7 of Wands എന്ന് പറയുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു ലെസ് കോണ്ടാക്റ്റിൽ ആകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. കാരണം അവരിപ്പോൾ അവരുടെ ലൈഫിൽ മറ്റു പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഫാമിലിയിൽ നിന്നുള്ളവരെ ഈ ഒരു വ്യക്തിയെ ബ്ലെയിം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഫ്രണ്ട്സ് ബ്ലെയിം ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി ആളുകൾ ഇവരെ ഹരാസ് ചെയ്യുന്നതായിട്ട്, ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. അവരൊക്കെ ഇവരായിട്ട് വട്ടം ചുറ്റിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. ശരിക്കും ഇവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇവർ ഒത്തിരി സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ എതിർത്ത് മുന്നേറാനായിട്ട് അവര് പരമാവധി ശ്രമിക്കുന്നതായിട്ട് നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട്. അപ്പൊ ഇവര് പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ അല്ല. ഇവർ ഇത്രയും പ്രശ്നങ്ങളിൽ പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇവരൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അവർ ഇതിനെ എതിർത്ത് കീഴടക്കുക തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ ജയിച്ച് ഈ ചലഞ്ചസ് അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷൻ അവരെടുത്ത് ലൈഫിൽ മുന്നേറി വരാനായിട്ട് ശക്തിയുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് ഈ ഒരു 7 of Wands കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണ് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റേബിളായിട്ട് നിൽക്കാനോ, നിങ്ങൾക്ക് ആവശ്യമായ ഒരു കെയറോ കാര്യങ്ങളോ ഒന്നും തരാനോ, അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട്, നല്ല രീതിയിലൊരു കോണ്ടാക്റ്റിൽ വരാനോ ഒന്നും അവർക്ക് കഴിയുന്നുണ്ടാവില്ല. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഒരു സെക്കൻഡ് കാർഡ് വരുന്നത് നമുക്ക് നൺ ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് കാർഡും അത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു വശത്ത് അവരുടേതായ പേഴ്സണൽ പ്രോബ്ലംസ്, മറുവശത്ത് നിങ്ങളോട് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാത്ത ഒരവസ്ഥ. ഇതെല്ലാം തന്നെ ഇവർക്ക് ഒരു വളരെയധികം സ്ട്രെസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ടെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു റിലീഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങളോട് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. അവർക്ക് ആ ഒരു സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിലാണ് എന്ന് നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുമുണ്ടാവില്ല. അതൊക്കെ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ ചില വ്യക്തികൾക്കെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നവരും ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു റിലീഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവിധ നെഗറ്റീവ് എനർജിയും ലൈഫിൽ നിന്ന് ഒഴിവാക്കി വിടാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇവർക്ക് ഭയങ്കര ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇവരിവിടെ തോറ്റു പിന്മാറാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ മടുത്ത രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ഇവർ ഇതുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നത് ക്യൂൻ ഓഫ് സോൾസിന്റെ ഒരു എനർജി ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരു തരത്തിലും രക്ഷപ്പെടാനാവാത്ത അവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ ഒരു
വളരെ ഓൾഡർ വുമൻ എന്ന് വേണമെങ്കിൽ പറയാം, പ്രായമായ ഒരു സ്ത്രീ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ആരാണ് എന്നുള്ളത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്ത് ചില ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരിക്കാം ഞാനിത് പറയുമ്പോൾ ഇന്ന വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു പേഴ്സൺ, വയസ്സായ ഒരു പ്രായമായ ഒരു സ്ത്രീ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രോബ്ലംസ്, ഈ ഒരു ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രോബ്ലംസ്, സ്ട്രഗിൾസ്, ഇതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് വെളിയിൽ വരാനായിട്ട് ആ ഒരു സ്ത്രീ നിങ്ങളുടെ പേഴ്സണെ ഒത്തിരി സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ആരാണെന്ന് അറിയാമായിരിക്കാം. അപ്പൊ ആ സ്ത്രീക്ക് സ്ട്രെങ്തും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അവർക്ക് ഈ ഒരു സ്ട്രെങ്തും ബുദ്ധിയും ഒക്കെ കിട്ടിയത് ഇവര് നല്ല രീതിയിൽ കാര്യപ്രാപ്തി ഉള്ള ഒരു സ്ത്രീ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം അവർക്ക് കിട്ടിയത് അവരുടെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ നേടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഈ ഒരു വ്യക്തിക്ക്, നിങ്ങളുടെ പേഴ്സണ് പറഞ്ഞു കൊടുക്കുകയും ഇപ്പോഴത്തെ അവരുടെ പ്രോബ്ലംസ് ഓവർകം ചെയ്യാനായിട്ട് അവർ ഒത്തിരി സഹായിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡിൽ തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സാധ്യമാകുന്നു എന്നുള്ളൊരു കാര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റായിട്ട് തുറന്ന് പറയാനും ചോദിക്കാനും ഒക്കെ ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുന്നത് നല്ലൊരു കാര്യമാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, 6 ഓഫ് കപ്സ്. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 6 ഓഫ് കപ്സ് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ കൊണ്ട് ഇവർക്ക് പലപ്പോഴും നിങ്ങളെ അവഗണിക്കേണ്ടതായൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹമോ കെയറോ ഒന്നും നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ പാസ്റ്റില് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇതെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് ഫ്യൂച്ചറിലേക്ക് നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹവും കെയറും ഒക്കെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇവര് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് നിങ്ങൾക്ക് വേണ്ട ഒരു കെയറോ ഒന്നും കാര്യങ്ങളോ തരാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ ഫ്യൂച്ചറിൽ അത് നിങ്ങൾക്ക് തരണമെന്ന് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവരുടെ മനസ്സിലുണ്ടെങ്കിലും ഇപ്പോൾ ഇവർക്ക് ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനുമായിട്ട് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം ഒന്ന് ജസ്റ്റ് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് പോലെയാണ് നമുക്കൊരു എനർജി കിട്ടുന്നത്. ഓക്കെ, ഇവിടെ 4 ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ജോയ്ഫുൾ സെലിബ്രേഷൻ ആണ് കാണിക്കുന്നത്. ഒരു സെലിബ്രേഷൻ, മനോഹരമായ ഒരു സെലിബ്രേഷൻ, സന്തോഷകരമായ ഒരു സെലിബ്രേഷൻ. അപ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സെലിബ്രേഷൻ വരും. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് സോൾവ് ചെയ്തതിന് ശേഷം ഒരു മാരേജിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ്സിലേക്കോ ഒക്കെ പോകണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. വളരെയധികം സന്തോഷത്തോടെയും ഒരു റിലാക്സേഷനോടും കൂടി തന്നെ ഒരു സമാധാനത്തോടെ നിങ്ങളുമായിട്ട് ഒരു ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ ഇവർക്ക് ഇപ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇവര് ഈ റിലേഷൻഷിപ്പ് ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അല്ലാതെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയി എന്നൊരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അപ്പൊ ഈ ഒരു ജോയ്ഫുൾ സിറ്റുവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിക്കുന്ന ആ ഒരു മാരേജ് ഇതിലേക്കൊക്കെ പോകണമെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്തതിന് മാത്രമേ അവർക്ക് അതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഒരു ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹാർഡ് എഫേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹാർഡ് എഫേർട്ടിന് ശേഷം ഇവര് ഈ ഒരു സെലിബ്രേഷനിലേക്ക് എത്തും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ കിട്ടുന്ന ഒരു കാർഡ് 5 ഓഫ് സോർഡ്സ്. 5 ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇത് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കാർഡിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ചെറിയ ഇപ്പൊ ഈ ഒരു നോ കോണ്ടാക്റ്റും ലെസ് കോണ്ടാക്റ്റും ഒക്കെ വന്നിരിക്കുന്നത് ഓൾറെഡി ഇവർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ചെറിയ കോൺഫ്ലിക്ട്സുകളും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതായിരിക്കാം ഇങ്ങനെ ഒരു സെപ്പറേഷൻ പോലെ ഒരു രീതിയിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയി പോകും, എല്ലാം മൂവ് ആയി പോകും, ആ കോൺഫ്ലിക്ട്സ് എൻഡ് ആകുന്നു എന്നൊക്കെ തന്നെയാണ് നമുക്ക്. മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ക്ലിയർ ആകുന്നു, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു, നിങ്ങൾ തമ്മിലൊരു കോംപ്രമൈസിൽ എത്തുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കാർഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റീകൺസിലേഷൻ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് മുന്നിലോട്ട് ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു ഫ്യൂച്ചർ ഈ ഒരു റിലേഷൻഷിപ്പിന് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 8 ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്.
ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കൺട്രോള് നിങ്ങളുടെ കയ്യിൽ തന്നെ വരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും ഉണ്ടായിരുന്ന എല്ലാ ആൻസൈറ്റിയും പേടിയും എല്ലാം തന്നെ മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത്. ഇനി ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനോ പറ്റിക്കാനോ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിന്നു കൊടുക്കില്ല. കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ തന്നെ വെട്ടിപ്പിടിച്ച് ഈ ഒരു ഇതിൽ എത്തിയിരിക്കും. ഈ ഒരു നല്ലൊരു സ്റ്റേജിലേക്ക് വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ആർക്കും ഇനി ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ വലിച്ചഴിക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ അതിന് ഒരു അവസരം ഒരിക്കലും ക്രിയേറ്റ് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ്, നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലാണെങ്കിലും നിങ്ങൾ ഒരു റീയൂണിയനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവരുടേതായ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടുന്ന ആ ഒരു സമയത്ത് ഇവരുടേതായ സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളും കൂടി മിങ്കിൾ ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സമയത്ത് നിങ്ങൾക്കും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഒരു സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഇന്നർ ക്രൈസിസ് ഒക്കെ നേരിടേണ്ടത് ആ ഒരു സാഹചര്യങ്ങളിലൂടെ എല്ലാം നിങ്ങൾ കടന്നു പോകും. അതുപോലെ തന്നെ എല്ലാ നെഗറ്റീവ് തോട്ട്സും മാറ്റി നിർത്തപ്പെടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്നൊക്കെയാണ് നമുക്ക് ഈ കാർഡിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അത്തരത്തിലുള്ള തോട്ട് പ്രോസസ്സിലൂടെ നിങ്ങളും കടന്നു പോകുമ്പോൾ നിങ്ങളും ഒരു നല്ല ഒരു കൺട്രോൾ നിങ്ങൾക്ക് വരും. പഴയതിലും ഒരു കൺട്രോൾ, ഒരു ഇന്നർ സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾക്കും വരും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ഒരു ലൈഫിലേക്ക് പോകും എന്ന് തന്നെയാണ്, ഒരു ലൈഫിന് നല്ല മാറ്റങ്ങൾ വരും എന്ന് തന്നെയാണ് നമുക്കൊരു ഈ ഒരു റീഡിങ്ങിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഞാനൊരു കുറച്ച് സ്റ്റേജസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജസിലും കുറച്ച് ആളുകൾ നിങ്ങളിപ്പോൾ ലെസ് കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവുള്ളൂ. ചില ആളുകളാണെങ്കിൽ ഇപ്പോൾ അത് നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ടിലേക്ക് വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചില ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടാകും, അവർ പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളവരും ഉണ്ടാകാം. അപ്പൊ പല രീതിയിലുള്ളവരുണ്ടാകാം. അപ്പൊ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് എടുക്കുക. പോസിറ്റീവായിട്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു 2 കാർഡിലും നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് തോട്ട്സുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. വാട്ട് ദേ വാണ്ട് ടു ടെൽ യു. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഓക്കെ, നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നോക്കാം. I know I am not perfect, but you make me feel I am perfect. I am beautiful in every way. Okay, എനിക്കറിയാം ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല എന്ന് എനിക്കറിയാം. പക്ഷെ നീ എപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആണ് എന്നൊരു രീതിയിൽ എനിക്ക്, അതുപോലെ തന്നെ ഞാനൊരു ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ള രീതിയിൽ നീ എനിക്ക് എപ്പോഴും ഒരു ഫീല് തന്നിരുന്നു എന്നുള്ളൊരു കാര്യം അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. Your smile is literally the cutest thing I have ever seen in my life. Okay, നിങ്ങളുടെ പുഞ്ചിരിയോടത്തോളം മനോഹരമായ ഒരു കാര്യവും അവരുടെ ലൈഫിൽ അവർ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. You have detoxified my life. Okay, അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ആണ് എടുത്തു കളഞ്ഞത് എന്ന് അവർ ഈ ഒരു സമയത്ത് പറയുകയാണ്. You know me better than I know myself. Okay, എനിക്ക് എന്നെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ നിനക്കാണ് എന്നെ അറിയാവുന്നത് എന്നുള്ളൊരു കാര്യവും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുകയാണ്. The love I have for you make me a more caring, kind and compassionate person. Okay, നിന്നോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എനിക്ക് I have for you, the love I have for you, നിന്നോടുള്ള ആ ഒരു സ്നേഹം എന്നെ ഒത്തിരി കെയറിങ്ങും അതുപോലെ കൈൻഡും കമ്പാഷനേറ്റുമായ ഒരു പേഴ്സൺ ആക്കി, നല്ലൊരു വ്യക്തിയാക്കി മാറ്റി എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, every moment spent with you is like a precious beautiful dream come true. Okay,
ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ഡ്രീം കം ട്രൂ. ഓക്കെ, ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ചെലവഴിച്ച ഓരോ നിമിഷവും മനോഹരമായ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് പോലെ ആയിരുന്നു എന്നുള്ളത്. അതായത് അവർ വളരെ ഹാപ്പി ആയിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങൾ. അതാണ് അവർ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ക്ലൂസും കൂടി ഒന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ 1985 എന്ന് പറയുന്ന ഒരു വർഷമാണ്. ഓറഞ്ച് കളർ 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റ്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ലെറ്റർ ഐ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യെല്ലോ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. ഓഗസ്റ്റ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 30. ബ്ലാക്ക് കളർ. ഓക്കെ, ബ്ലാക്ക് കളർ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ യു നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 23 കിട്ടുന്നുണ്ട്. നമ്പർ 44 കിട്ടുന്നുണ്ട്. നമ്പർ 13 കിട്ടുന്നുണ്ട്. ഓക്കെ, ഐസ്ക്രീം ലവർ, ഐസ്ക്രീം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. റോസ് കളർ, ജൂൺ മന്ത്, നമ്പർ 33, ലെറ്റർ എക്സ്, നമ്പർ 22, ഡിസംബർ മന്ത്, എബ്രോഡ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആളുകളാകാം. 49, നമ്പർ 49 കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് കിട്ടുന്നുണ്ട്. ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളാകാം. ലെറ്റർ ബി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ചാരിറ്റി കിട്ടുന്നുണ്ട് ക്ലൂ. നമ്പർ 9 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ്, വീണ്ടും നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എബ്രോഡോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഒത്തിരി പേര് ഇപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ലോങ് ഡിസ്റ്റൻസിനുള്ള ആളുകൾ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.